സിഹാഹു സിത്ത എന്ന് പറയാൻ കാരണം താരതമ്യേന സ്വഹീഹികൾ അധികമുള്ള ഗ്രന്ഥങ്ങൾ. അത് മറ്റുള്ള ഇതല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിൽ ഒരു പക്ഷേ സ്വഹീഹിൻ്റെ അത്ര തന്നെ ളഈഫുകളോ അല്ലെങ്കിൽ സ്വഹീഹിനേക്കാൾ ഏറെ ളഈഫുകളോ ഒക്കെ വന്നവയാണ് മറ്റ് പലവയും. എന്നാൽ താരതമ്യേന ഉസൂലു സുന്നത്തുൽ മുശറഫ എന്ന് പറയുന്ന ഹദീസിൻ്റെ അസ്ലുകൾ, നബിതങ്ങളുടെ ഹദീസിൻ്റെ അസ്ലുകൾ എന്ന് പറയപ്പെടുന്നതെല്ലാം ഈ 6 കിതാബുകളിലായിട്ട് ഉദ്ധരിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. അതിൽ എല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ താരതമ്യേന ളഈഫുകളുടെ എണ്ണം മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറവാണ്. ഭൂരിപക്ഷം സ്വഹീഹ് ആയതുകൊണ്ടാണ് സിഹാഹു സിത്ത എന്നതിന് പൊതുവായി പേര് പറയപ്പെടുന്നത്. അപ്പോൾ ഏത് ഹദീസ് വിദ്യാർത്ഥിയും ഹദീസ് പഠിച്ചു വരുമ്പോൾ ഈ 6 ഗ്രന്ഥം വായിച്ചു തീരുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ്. ഹദീസ് ഗ്രന്ഥത്തിൽ സിഹാഹു സിത്ത ഫുള്ള് അത് വായിച്ചു, അത് സിഹാഹു സിത്ത പഠിച്ചു, ഒരു ഉസ്താദിന് മുമ്പിൽ വെച്ച് സിഹാഹു സിത്ത കംപ്ലീറ്റ് വായിച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സിഹാഹു സിത്തക്ക് പിന്നെ സനദ് ഉണ്ടാവുക, ഇജാസ ഉണ്ടാവുക എന്നതും ഉലമാഇനിടയിൽ വലിയ സ്ഥാനം. ഒരാൾക്ക് സിഹാഹു സിത്ത പഠിപ്പിക്കാൻ ഇജാസയുണ്ട്, സിഹാഹു സിത്ത പഠിപ്പിച്ചു കൊടുക്കാനുള്ള അനുമതി അതിൻ്റെ ശരിയായ ഉസ്താദന്മാരുടെ പരമ്പര വഴി അദ്ദേഹത്തിന് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ. അപ്പോൾ ഒരാൾ ആര്യമായി അറിയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തോടും ചോദിക്കുക ഇജാസ ഉണ്ടോ എന്നാണ്. ഇജാസയുണ്ടോ? അപ്പോൾ ഇജാസ ഉണ്ട്. സിഹാഹു സിത്തക്ക് ഇജാസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ആര്യമാണ് എന്ന് ഗണിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് അതിന് വലിയൊരു സ്ഥാനമൊന്നുമില്ല. ഇന്നിപ്പോൾ അത്ര വലിയ സൂക്ഷ്മത പാലിച്ചുകൊണ്ടല്ല ആ ഇജാസകൾ നൽകപ്പെടുന്നത്. എന്നാലും അതുണ്ട്. ലോകത്ത് ഇന്നും ആ ഇജാസകൾ ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട്. അൽഹംദുലില്ലാ സിഹാഹു സിത്തക്ക് എനിക്കും ഇജാസ ഉണ്ട്. അൽഹംദുലില്ലാ അത് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും പഠിപ്പിക്കാനുള്ള ഇജാസ അൽഹംദുലില്ലാ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരിൽ നിന്ന്. അപ്പം ഇങ്ങനെ സിഹാഹു സിത്ത എന്നുള്ളത് ഹദീസ് കിതാബുകളിൽ ഏറ്റവും മുഖ്യമായ 6 ഗ്രന്ഥങ്ങളായി ഗണിക്കപ്പെടുന്നു. പിന്നെ അതിലേക്ക് 7ാമത്തേതായിട്ട് ഇമാം അഹമ്മദിൻ്റെ മുസ്നദാണ് പൊതുവെ ചേർക്കുക. ചിലർ ഇബ്നു മാജയ്ക്ക് പകരം മുസ്നദ് അഹമ്മദിനെ ചേർത്തവരുമുണ്ട്. സിഹാഹു സിത്തയിൽ ഇബ്നു മാജ അല്ല, അതിനപ്പുറത്ത് ഇമാം അഹമ്മദിൻ്റെ മുസ്നദാണ് എന്ന് ചേർത്തവരും ഉണ്ട്. പക്ഷെ പ്രബല അഭിപ്രായം, ഭൂരിപക്ഷ അഭിപ്രായവും ഇബ്നു മാജയ്ക്ക് ശേഷമാണ് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ സ്ഥാനമുള്ളതെന്നാണ്. പിന്നെ അതിലേക്ക് സുനനുദ് ദാരിമി, ഇമാം മാലിക്കിൻ്റെ മുവത്ത, ഇത് 3 കൂടി ചേർത്തിട്ട് കുത്തുബ് തിസ്അ എന്നും പറയും. ഈ 6 പുറമെ ഇമാം അഹമ്മദിൻ്റെ മുസ്നദ്, ഇമാം മാലിക്കിൻ്റെ മുവത്ത, അതേപോലെ ഇമാം ദാരിമിയുടെ സുനനുദ് ദാരിമി, ഇത് 3 കൂടി ചേർക്കുമ്പോൾ 9 ആയി. 6 3 9. അത് 9 കൂടി കുത്തുബ് തിസ്അ എന്നും പറയും. 9 ഗ്രന്ഥങ്ങൾ. അപ്പോൾ അത് 9 വായിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ആവശ്യമായ ഒട്ടുമിക്ക ഹദീസുകളും ഈ 9ലുമായിട്ട് വന്നു കഴിഞ്ഞു. സലഹകൾ എല്ലാം കൂടി വാള്യം കുറേ ഉണ്ടാവും. ഇപ്പോൾ ഇബ്നു മാജ മാത്രം 5 വാള്യമാണ് ഇന്ന് ലഭിക്കുന്നത്. ഒറ്റ വാള്യം കിട്ടുന്നുണ്ട്, എന്നാലും സാധാരണഗതിയിൽ ലഭിക്കുന്ന ഇബ്നു മാജ 5 വാള്യമാണ്. എല്ലാത്തിനും സലഹാന്നിരിക്കില്ല. ഇപ്പോൾ ഇമാം അഹമ്മദിൻ്റെ മുസ്നദിന് അങ്ങനെ സലഹില്ല. എന്നാൽ ബുഖാരിക്ക്, മുസ്ലിമിന്, തുർമുദിക്ക്, അബൂദാവൂദിന്, നസായിക്ക്, ഇബ്നു മാജയ്ക്ക് ഈ 6നും സലഹുകളുണ്ട്. പിന്നെ ഇമാം മാലിക്കിൻ്റെ മുവത്തയിൽ ബന്ധപ്പെട്ട ഒരുപാട് സലഹുകളും അതേ സനദുകളെ പഠിച്ചുകൊണ്ടും അതിൽ വന്ന റാവിമാരെ പഠിച്ചുകൊണ്ടുമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മുവത്തയുമായി ബന്ധപ്പെട്ട് വേറെയും ഉണ്ടായി.